ഹലോ! ഈ നൈറ്റിൽ എവിടേക്കാണെന്നല്ലേ ഞാനും അമ്മയും ദയയും കൂടി ശിവരാത്രിയായിട്ട് തലേന്ന് പ്രോഗ്രാം കാണാൻ പോവാണ്. ഇന്ന് കോമഡി ഷോ ആയിരുന്നു. അപ്പം അത് കാണാൻ പോവാണ്. പൊതുവേ ഞങ്ങളങ്ങനെ എല്ലാ ഷോയും കാണാൻ പോകാറില്ല. ബട്ട് ഇതെന്തോ കാണണം തോന്നി. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം എന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരുടാണ് പോയത്. അങ്ങനെ അവിടെ പോയപ്പോൾ സീറ്റ് ഫുൾ ഫില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ നിന്ന് കാണേണ്ടി വന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയോയെന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. നമ്മൾ ആ സൈഡിൽ പടിയുടെയൊക്കെ സൈഡിൽ അവിടെയൊക്കെ ആയിട്ടാട്ടോ ഇരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ അത് ഫുള്ള് കഴിഞ്ഞിട്ട് നൈറ്റ് നടന്ന് വരികയാണ്. അപ്പോൾ വരാൻ നേരത്ത് നമ്മുടെ കൂടെ അപ്പ ഉണ്ടായിരുന്നു കേട്ടോ. പോകാൻ നേരത്ത് നമ്മൾ 3 പേരും ഒരുമിച്ച് പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പായും വന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ വന്നത്. അങ്ങനെ ശിവരാത്രി ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടോ. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോയി പറയൊക്കെ ഇടണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയി. ഈ മാല കണ്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ദയ വാങ്ങി തന്നതാണേ. അങ്ങനെ ഞാനും അമ്മയും ദയയും കൂടെ ആട്ടോ പോകുന്നത്. ദയ വരാൻ കുറച്ച് ലേറ്റായി. അവൾ ഒരുങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ കുളിച്ച് റെഡിയാവാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാനും അമ്മയും കൂടെ പെരുക്കെ നടന്നു. അപ്പോഴത്തേക്ക് അവൾ വരുന്നു. ഞങ്ങൾ പകുതി ആയപ്പോഴത്തേക്ക് അവൾ ഓടി വന്നത് കാരണം ഞങ്ങൾ ഒരുമിച്ചാട്ടോ പിന്നെ പോയത്. പിന്നെ ഞങ്ങൾ 3 പേരും അമ്പലത്തിലൊക്കെ പോയി പറയൊക്കെ ഇട്ടു. പിന്നെ അവിടെ ആന ഉണ്ടായിരുന്നു. ആന ഇങ്ങനെ പറയിടുന്നതിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ആനയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എന്ത് രസമല്ലേ ആനകളെ കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നെ കാണാൻ വേണ്ടി. ബട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് നാൾക്ക് മുൻപ് വരെ ഞാനിങ്ങനെ ആന മതം ഇളകുന്ന വീഡിയോസൊക്കെ കാണുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ വീഡിയോ ഇടയ്ക്ക് വെച്ച് ഞാൻ കണ്ട് എനിക്ക് ആനയോടൊരു പേടി വന്നു തുടങ്ങി. അതുകൊണ്ട് എനിക്കിപ്പോൾ ആനയെ കാണുമ്പോൾ ഞാൻ അടുത്തോട്ട് പോകത്തില്ല. ഞാൻ കുറച്ച് ദൂരെ നിന്ന് മാത്രമേ കാണാറുള്ളൂ. എനിക്ക് കുറച്ച് പേടിയാണ് ആനകളെ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന വഴിക്ക് അമ്മ കൈ വേദന എടുക്കുന്നവർ നോക്കിയപ്പോഴാണ് ഓർത്തത് ഇന്നലെ അമ്മ ഞങ്ങളുടെ കൂടെ വന്നപ്പോൾ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൈയും കാലും ഒക്കെ ചെറുതായിട്ട് മുറിവൊക്കെ പറ്റി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് ഘോഷയാത്രയുടെ സമയപ്പം ഈ വട്ടം നമ്മൾ മുത്തുക്കുടയൊന്നും എടുക്കുന്നില്ല. എല്ലാ വട്ടവും മുത്തുക്കുടയും താൽപ്പര്യമൊക്കെ എടുക്കാറുള്ളതാണ്. ഈ വട്ടം എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജംഗ്ഷനിലൊക്കെ വന്ന് നിന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും കുഞ്ഞു പിള്ളേരൊക്കെ പട്ടുപാവാടയൊക്കെ ഇട്ട് ഇങ്ങനെ താലപ്പൊലിയൊക്കെ എടുക്കുന്നതും അല്ലെങ്കിൽ അമ്മമാരും ചേച്ചിമാരും ഒക്കെ മുത്തുക്കുടയൊക്കെ എടുത്ത് പോകുന്നതാണ് നല്ല രസമായിട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്കിങ്ങനെ പെൺപിള്ളേരിങ്ങനെ ഒരുങ്ങി നടക്കുന്ന കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഘോഷയാത്രയുടെ സമയത്ത് താലപ്പൊലി എടുക്കാനായിരിക്കും കുറേ പിള്ളേർ കാണുക. പക്ഷേ ഈ വട്ടം കൂടുതൽ മുത്തുക്കുടയായിരുന്നു. എല്ലാം കണ്ടപ്പം എനിക്കും തോന്നി ഒന്ന് പോയാൽ കൊള്ളായിരുന്നു എന്ന്. എന്തായാലും അടുത്ത വട്ടം തൊട്ട് വീണ്ടും പോയി തുടങ്ങണം. എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ താലപ്പൊലി മുത്തുക്കുട നന്നായിട്ട് മുത്തുക്കുട എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ കുറേ വട്ടം കിട്ടിയിട്ടുണ്ട്. മുത്തുക്കുട എടുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ്, അതുപോലെ താലപ്പൊലി എടുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ്. നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുത്തുക്കുട എടുക്കണമെങ്കിൽ നന്നായിട്ട് കറക്കണം, പിന്നെ നല്ലതായിട്ട് ട്രഡീഷണൽ ലുക്ക് ആയിരിക്കണം. അങ്ങനെ കുറച്ച് റൂൾസൊക്കെ നോക്കിയിട്ടാട്ടോ അവരിങ്ങനെ കൊടുക്കുക. അതുപോലെ താലപ്പൊലി എടുക്കുന്നതാണെങ്കിൽ നന്നായിട്ട് ഒരുങ്ങണം. എപ്പോഴും താലം നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കണം, വേറെ ആളുടെ കയ്യിൽ കൊടുക്കരുത്. അങ്ങനെയൊക്കെ നോക്കിയിട്ടാട്ടോ ഇങ്ങനെ പ്രൈസൊക്കെ കൊടുക്കുന്നത്. എനിക്ക് കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ പ്രൈസ് കിട്ടുമായിരുന്നു. ബട്ട് ഇപ്പം അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. പണ്ട് എനിക്കൊന്ന് 2-3 വർഷം മുൻപ് വരെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. ചിലപ്പം കുഞ്ഞു കുപ്പി ഗ്ലാസ്സുകളായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു പ്ലേറ്റ്സ് ആയിരിക്കും, അങ്ങനെ ചിലപ്പോൾ മുട്ടായി ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. ഈ വട്ടം ഞാൻ പോവാത്തത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് കൂടി എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ എന്തെങ്കിലും ടോപ്പിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. അപ്പം ഘോഷയാത്രയുടെ താലപ്പൊലി മുത്തുക്കുടയും കഴിയുമ്പോഴത്തേക്ക് ആന വരുമല്ലോ. ആന വന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ജംഗ്ഷനിൽ വന്നു കഴിയുമ്പം അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യമൊക്കെ കൊടുക്കും. പിന്നെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൂജ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് ആനയും പോയി. ഇനിയാണ് ബാക്കിയുള്ളതൊക്കെ വരിക. ഇനിയും മറ്റേ ചെണ്ടമേളം വരും, ഫ്ലോട്ട്സ് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ബ്ലോഗ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് അപ്പം തന്നെ മാക്സിമം ക്ലിയർ ചെയ്ത് വിടുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാവരും. അങ്ങനെ ഘോഷയാത്ര ജംഗ്ഷനിൽ വന്നപ്പം ഒരു സെറ്റ് ഓഫ് പടക്കം പൊട്ടിയിട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ അമ്പലത്തിൽ ചെന്നപ്പം അവിടെ വീണ്ടും ഇത് അമ്പലത്തിൽ പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ആയിട്ട് ഇപ്പോൾ കണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോട്ട്സുകൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഓരോ ഫ്ലോട്ടും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ വന്ന സമയത്ത് തീരെ തിരക്കില്ലാതെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഫുൾ ആൾക്കാരായി.
നമ്മൾ ഘോഷയാത്ര ജംഗ്ഷനിൽ നിന്ന് കണ്ടിട്ട് പിന്നെ ഇതേപോലെ അമ്പലത്തിൽ വന്നിട്ട് ഒന്നുകൂടി കാണും കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഞാനും അനിയത്തി ഒരുങ്ങിയ എൻ്റെ ലുക്കുകൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് ഞങ്ങളുടെ സ്വന്തം ലക്ഷ്മികയിലെ കളക്ഷനിലുള്ള മാലയാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്ക് മാല ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. പ്രത്യേകിച്ച് പിന്നെ ഇൻവിസിബിൾ ചെയിനും കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ലുക്കല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആ ലോക്കറ്റ് വന്നിട്ട് കൃഷ്ണനും രാധയായിരുന്നെന്ന് തോന്നുന്നു, അതോ ദേവിയുടെ ആണോ? ഈ കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന് നൈറ്റ് ഗാനമേളയാണ് കേട്ടോ. ഇന്ന് ശിവരാത്രിയുടെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആൾക്കാരും ശിവരാത്രി വ്രതമൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അവർ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ വന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല. അപ്പം കുറേ പേരങ്ങനെ കഴിഞ്ഞ വട്ടമൊക്കെ ഞാനും ഇതേപോലെ പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ വട്ടം നമ്മൾ ശിവരാത്രി വ്രതം എടുക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഗാനമേള മാത്രമല്ല, പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഗാനമേളയും പിന്നെ വില്ലടിച്ചാൻ പാട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ പേരെന്താന്ന്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പം രണ്ടിനും പോകാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് പിറ്റേന്ന് രാവിലെ തന്നെ തിരുവനന്തപുരത്ത് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മെയിൻ ഉത്സവം ഇവിടെ കഴിയാട്ടോ. ഇനിയും അടുത്ത് വേറെ അമ്പലങ്ങളിൽ ഉത്സവമൊക്കെ വരുന്നുണ്ടെങ്കിലും നമ്മൾ കാത്തിരിക്കുന്ന ഉത്സവം ശിവരാത്രി തന്നെ ആയിരുന്നു. അപ്പം അത് ഇന്നത്തോടെ കഴിഞ്ഞു. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്. ഇനി ഇതേപോലത്തെ പുതിയ വീഡിയോസിൽ കൂടെ കാണാവേ.